എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ ചെറിയ പൂന്തോട്ടത്തിലുള്ള ബുഷ് പെപ്പർ അല്ലെങ്കിൽ കുറ്റിക്കുരുമുളക് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. കിങ് ഓഫ് സ്പൈസസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുരുമുളകിന് നമ്മുടെ അടുക്കളയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണല്ലോ ഉള്ളത്. കുരുമുളക് മറ്റുള്ള സ്പൈസസിനെ അപേക്ഷിച്ച് വിലയേറിയതായതിനാൽ ബ്ലാക്ക് ഗോൾഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. സാധാരണ വള്ളിച്ചെടിയായി പടർന്നു വളരുന്ന കുരുമുളകിൽ നിന്നും വ്യത്യസ്തമായി കുറ്റിച്ചെടിയായി വളരുന്നു എന്നുള്ളത് മാത്രമാണ് ബുഷ് പേപ്പറിൻ്റെ പ്രത്യേകത. കുരുമുളക് ചെടി ഇങ്ങനെ വളർത്തുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ട്. അടുക്കളത്തോട്ടങ്ങളിലും മറ്റു ചെറിയ സ്ഥലങ്ങളിലും വീടിൻ്റെ ബാൽക്കണിയിലുമൊക്കെ നമുക്ക് കുറ്റിക്കുരുമുളക് വളർത്താവുന്നതാണ്. സാധാരണ കുരുമുളക് വള്ളികൾ പടർത്തുന്നതിന് മരങ്ങൾ ആവശ്യമാണ്. എന്നാൽ ചട്ടികളിൽ വളർത്തുന്ന ബുഷ് പേപ്പർ പ്ലാന്റ്സ് നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് മാറ്റിവെക്കാനാവും. ഫ്ലാറ്റുകളിലും മറ്റും താമസിക്കുന്നവർക്കും ഇങ്ങനെ 1-2 കുറ്റിക്കുരുമുളക് ചെടികൾ അനായാസം വളർത്താവുന്നതേ ഉള്ളൂ. സാധാരണ കുരുമുളക് വള്ളികൾ ഏകദേശം 10 മീറ്ററോളം ഉയരത്തിൽ വളരുന്നവയാണ്. ഇതിൽ നിന്ന് കായകൾ ശേഖരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണല്ലോ. എന്നാൽ 1-2 അടി മാത്രം പൊക്കത്തിൽ വളരുന്ന കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്നും കൊച്ചുകുട്ടികൾക്ക് പോലും കായ്കൾ ശേഖരിക്കാവുന്നതേ ഉള്ളൂ. പച്ചയും ചുവപ്പും നിറത്തിൽ മുത്തുമണികൾ പോലെയുള്ള കുരുമുളക് കാഴ്ചയ്ക്കും വളരെ മനോഹരമാണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ പൂന്തോട്ടത്തിൽ മറ്റു ചെടികളോടൊപ്പം ഇവയ്ക്കും സ്ഥാനം നൽകാവുന്നതാണ്. സാധാരണയായി കമ്പുകൾ മുറിച്ച് നട്ടാണ് കുരുമുളക് വള്ളികൾ വളർത്തുന്നത്. കുറ്റിക്കുരുമുളക് അഥവാ ബുഷ് പെപ്പർ ചെടികളും ഇതേ രീതിയിൽ തന്നെ നമുക്ക് നടാവുന്നതാണ്. ആരോഗ്യമുള്ള കുരുമുളക് ചെടിയിൽ നിന്ന് ശേഖരിച്ച പാർശ്വശിഖരങ്ങൾ അല്ലെങ്കിൽ ലാറ്ററൽ ബ്രാഞ്ചസ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഏകദേശം 2-3 മുട്ടുകളുള്ള കമ്പുകൾ മുറിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തണ്ടുകൾ ഗ്രോ ബാഗുകളിൽ നിറച്ച പോട്ടിംഗ് മീഡിയത്തിൽ നമുക്ക് നേരിട്ട് നടാൻ സാധിക്കും. വേര് പിടിപ്പിച്ച് പോളിത്തീൻ ബാഗുകളിൽ തയ്യാറാക്കിയ തൈകൾ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇതുപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ചുവന്ന മണ്ണ്, ആറ്റുമണൽ, ഉണങ്ങിയ ചാണകപ്പൊടി എന്നിവ തുല്യ അളവിൽ യോജിപ്പിച്ച് നമുക്ക് പോട്ടിംഗ് മീഡിയം തയ്യാറാക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും അല്പം ചകിരിച്ചോറും ചേർക്കുന്നത് നന്നായിരിക്കും. ഗ്രോ ബാഗിൽ ഏകദേശം 3/2 ഭാഗം പോട്ടിംഗ് മീഡിയം നിറച്ചതിന് ശേഷം കുരുമുളക് തൈ അതിൽ നടാവുന്നതാണ്. ഇത് തണലിൽ സൂക്ഷിക്കുകയും ദിവസവും നനച്ചു കൊടുക്കുകയും ചെയ്യണം. 1 മാസം കൊണ്ട് തന്നെ കുരുമുളക് തൈകൾ വേര് പിടിച്ച് നന്നായി വളരാൻ തുടങ്ങും. ഈ സമയം കൊണ്ട് നമുക്ക് ഇത് മാറ്റി നടാനുള്ള ചട്ടികൾ തയ്യാറാക്കാവുന്നതാണ്. നല്ല നീർവാർച്ചയുള്ള വലിയ ചട്ടികൾ തന്നെ തിരഞ്ഞെടുക്കാൻ മറക്കരുത്. ഗ്രോ ബാഗിൽ നിറച്ച അതേ അനുപാതത്തിലുള്ള പോട്ടിംഗ് മീഡിയം തന്നെ ചട്ടികളിലും നമുക്ക് നിറയ്ക്കാവുന്നതാണ്. വേരുകൾ മുറിഞ്ഞു പോകാതെ ശ്രദ്ധയോടെ കുരുമുളക് തൈകൾ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി നടാം. ദിവസവും 4-5 മണിക്കൂർ നേരം ഭാഗികമായി സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് ഈ ചട്ടി നമുക്ക് വയ്ക്കാം. 1-2 മാസം കൂടുമ്പോൾ ഏതെങ്കിലും നേർപ്പിച്ച ജൈവവളം നമ്മുടെ കുരുമുളക് ചെടിക്ക് നൽകാൻ മറക്കരുത്. ചെടിച്ചട്ടിയിലെ മേൽഭാഗത്തുള്ള മണ്ണ് ഉണങ്ങിയതായി കാണുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുരുമുളക് വള്ളികൾ അധികം പൊക്കത്തിൽ വളർന്നാൽ പ്രൂണിംഗ് നടത്താവുന്നതാണ്. ചെടിയുടെ ആരോഗ്യവും ഭംഗിയും നിലനിർത്താൻ ഇത് സഹായിക്കും. രോഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും നമ്മുടെ കുരുമുളക് ചെടിയെ രക്ഷിക്കാൻ വേപ്പെണ്ണ എമൽഷൻ പോലെയുള്ള കീടനാശിനികൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിൽ ശ്രദ്ധയോടെ സംരക്ഷിച്ചാൽ 1-2 വർഷത്തിനുള്ളിൽ നമ്മുടെ കുരുമുളക് ചെടിയിൽ പൂക്കളുണ്ടാവാൻ തുടങ്ങും. ഏകദേശം 6-7 മാസങ്ങൾ കൊണ്ട് മൂപ്പെത്തി പഴുത്ത കായ്കൾ നമുക്ക് ശേഖരിക്കാം. വർഷത്തിൽ എല്ലാ ദിവസവും കായ്കൾ തരുന്ന ഈ ബുഷ് പെപ്പർ ചെടി വളർത്തുന്നതിനെ പറ്റി നിങ്ങൾക്കും ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു.